പറഞ്ഞു കഴിഞ്ഞാൽ ദേവിയുടെ ഒരു പര്യായമാണ്. ലളിത സഹസ്രനാമ സ്തോത്രം ചൊല്ലുമ്പോൾ അതിൽ വരുന്ന ദേവിയുടെ ഒരു പേരാണ് നീരാഗ. വളരെ ആലോചിച്ചാണ് ഇങ്ങനെ ഒരു പേര് ഈ കലാസംഘടനയ്ക്ക് ഇട്ടത്. കാരണം ഈ കുട്ടികൾക്കാണ് അല്ലെങ്കിൽ ഈ വ്യക്തികൾക്കാണ് പുതിയ രാഗങ്ങൾ കൊണ്ടുവരാൻ കഴിയുക. അത് അവരറിയാതെ ആയിരിക്കും. അവർക്ക് പറ്റുന്ന ഒരു താളപ്പിഴയോ അല്ലെങ്കിൽ അവരുടെ പാടുന്നതിലുള്ള ശ്രുതി വ്യത്യാസമോ ഒരു പുതിയ രാഗമായിട്ട് നമുക്ക് അംഗീകരിക്കാനായിട്ട് സാധിക്കണം. പുതിയ രാഗങ്ങളെ ഒട്ടി മുന്നിൽ നിൽക്കുന്നവർക്കേ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളൊരു പരിമിതി വേണ്ട. ഈ കുട്ടികൾ, ഈ വ്യക്തികൾ പുറകിൽ നിൽക്കുന്നവരാണ്. പുറകിൽ നിൽക്കുന്നവരിൽ അല്പം മുമ്പിൽ വരാനായിട്ട് ദൈവം കനിഞ്ഞിട്ടുള്ളവരാണ്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടി ദൈവം ഏത് സമയത്തും ഒരു പുതുമ കൊണ്ടുവരാനായിട്ട് തയ്യാറാവും. നമുക്കെല്ലാവർക്കും അറിയാം, ഭഗവാൻ കൃഷ്ണൻ്റെ പേര് പറയുമ്പം മരപ്രഭു എന്ന് പറഞ്ഞത് ശരിയായിട്ട് അമരപ്രഭു ആയിരുന്നു. അത് ദൈവം തന്നെ നേരെയാക്കി അമരപ്രഭുവായിട്ട് പ്രത്യക്ഷപ്പെട്ടു, മരപ്രഭുവായിട്ട് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്ന പോലെ ഈ മക്കളുടെ സംഗീതത്തിലോ അല്ലെങ്കിൽ അവരുടെ കലാ വിരുന്നുകളിലോ ഏത് പ്രോഗ്രാമായാലും ആ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതല്ലാതെ അവരുടെ ബുദ്ധിപരിമിതികൾ കൊണ്ട് ആ ദൈവാനുഗ്രഹമില്ലാതെ ചെയ്യാൻ സാധിക്കില്ല. അതിനാലാണ് നീരാഗ എന്ന പേരിൽ ഈ കലാസംഘടനയ്ക്ക് പേരിട്ടിരിക്കുന്നത്. ഇതൊരു പുതിയ ആശയമല്ല. നമ്മൾ കുറേ കാലം മുമ്പൊക്കെ കാണാറുണ്ടായിരുന്നു, വഴിയരിയിലും മൈക്കും വെച്ചിട്ട് കാഴ്ചശക്തി ഇല്ലാത്തവർ പാട്ട് പാടിയിട്ട്. പക്ഷെ അത് പൊതുജനങ്ങളിൽ ഒരു സഹതാപത്തിന് വേണ്ടിയിട്ടായിരുന്നു. സഹതാപം കൊണ്ട് അവർക്ക് എന്തെങ്കിലും ജീവിത വൃത്തി ഉണ്ടാവാൻ വേണ്ടിയിട്ട്. പക്ഷേ ബുദ്ധിപരിമിതരായ വ്യക്തികൾ അങ്ങനെ ഇറങ്ങി തിരിച്ചിട്ടില്ല. എന്നിരുന്നാൽ തന്നെയും എൻ്റെ അറിവിൽ 2 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഒരു 90കളിൽ ഫാദർ ഫെലിക്സ് എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. അദ്ദേഹം ഒരു DCMR എന്ന് പറഞ്ഞൊരു ഭിന്നശേഷി സ്കൂൾ നടത്തുന്നുണ്ടായിരുന്നു. അവിടെ ഉള്ള കുറേ ബെനിഫിഷ്യറീസ്, അതിൽ നമ്മുടെ പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനായ KM രാജൻ്റെ മകൻ പോലും ഉണ്ടായിരുന്നു. അവരന്ന് ഒരു ഓർക്കസ്ട്ര രൂപീകരിച്ചു. അത് പ്രധാനമായിട്ടും നമ്മുടെ കൺവെൻഷനിലായിട്ടുള്ളതായിരുന്നു. മൃദംഗം, തബല, ഹാർമോണിയം, അങ്ങനെയുള്ള സംഗീതോപകരണങ്ങൾ വെച്ചിട്ട് ഒരു ഓർക്കസ്ട്ര. ആ സമയത്ത് നമ്മുടെ KR നാരായണൻ രാഷ്ട്രപതിയായിരുന്ന സമയത്ത് രാഷ്ട്രപതിയിൽ പോയിട്ട് അവർ പരിപാടികൾ അവതരിപ്പിക്കുകയും പിന്നീട് വത്തിക്കാനിൽ പോയിട്ട് പരിപാടി അവതരിപ്പിക്കുകയും അതിനുശേഷം അമേരിക്കയിലും 2-3 സ്റ്റേജുകൾ പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്. അതൊരു 90കളിലെ കാര്യമാണ്. 92 മുതൽ 95 വരെയുള്ള കാലഘട്ടത്തിലെ കാര്യമാണ്. പിന്നീടത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നം കാരണം മുന്നോട്ട് പോയില്ല. അതിനുശേഷം നമ്മൾ അറിയപ്പെടുന്നതാണ് തിരുവനന്തപുരത്ത് തന്നെ നമ്മുടെ സെലിബ്രിറ്റി ആയിട്ടുള്ള മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിൻ്റെ ഡിഫറൻറ്റ് ആർട്ട് സെൻറ്റർ എന്ന് പറഞ്ഞ സ്ഥാപനം. അവരും ഭിന്നശേഷി വ്യക്തികളിലെ ബുദ്ധിപരിമിതർക്ക് വേണ്ടിയിട്ട് നല്ല കലാപരിപാടികൾ ആസൂത്രണം ചെയ്യുകയും പല വേദികളിൽ അവതരിപ്പിക്കുകയും ചെയ്തു. അത് നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആ ഒരു പ്രസ്ഥാനത്തിന് 2-3 പരിമിതികളുണ്ട്. ഞാൻ അതുമായിട്ട് നേരിട്ട് പറയുകയുണ്ടായി. കാരണം ഈ ഡിഫറൻറ്റ് ആർട്ട് സെൻറ്റർ തിരുവനന്തപുരത്താണ്. എല്ലാവർക്കും തിരുവനന്തപുരത്ത് പോയിട്ട് ഇതിൽ പങ്കെടുക്കാൻ പറ്റുമോ? പറ്റില്ല. അല്ലെങ്കിൽ കുടുംബസഹിതമായ അച്ഛനോ അമ്മയോ ഈ കുട്ടിയുടെ കൂടെ അവിടെ പോയി താമസിക്കണം. അപ്പോഴാണ് ഞാൻ ആവശ്യപ്പെട്ടത്, ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ഇതിൻ്റെ ഒരു